Hello children, welcome to Kids Area Online. ആദ്യ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അക്ഷരങ്ങൾ റിവിഷൻ ചെയ്യുവാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, എഴുതുവാൻ കറക്റ്റായിട്ട് പഠിച്ചോ എന്ന് മനസ്സിലാക്കുവാനാണ് റിവിഷൻ ചെയ്യുന്നത്. റിവിഷൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. അതോടൊപ്പം ടീച്ചർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. LKG, UKG ഫുൾ ഇയർ ഫുൾ സിലബസ് കോഴ്സ് കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതുപോലെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ലെറ്റേഴ്സ്, അതുപോലെ മലയാളം, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, നമ്പേഴ്സ് റൈറ്റിംഗ്, നമ്പേഴ്സ് സ്പെല്ലിംഗ്, ഇങ്ങനെയുള്ള എല്ലാ കോഴ്സസും കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇത് പെയ്ഡ് ക്ലാസ്സസ് ആണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതിയാകും. യൂട്യൂബിൽ ചെയ്യുന്ന അതേ മോഡലിലാണ്, അതേപോലെയുള്ള മെത്തേഡിലാണ് ഈ ഓരോ ക്ലാസ്സസും ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആദ്യ അക്ഷരങ്ങൾ റിവിഷൻ 2. കയ്യിൽ പെന്നുണ്ടല്ലോ, ബുക്കുണ്ടല്ലോ. ഓക്കെ, നമുക്ക് ഒരു ചിത്രം കാണാം. വിട്ടുപോയ അക്ഷരം എഴുതുക. ഇവിടെ ഒരു ചിത്രം നൽകുന്നുണ്ടാവും. ആ ചിത്രത്തിൻ്റെ പേരിൽ വിട്ടുപോയ ആ അക്ഷരം നിങ്ങൾ എഴുതണം. മനസ്സിലായല്ലോ? ഇവിടെ ഒരു ചിത്രം നൽകും. ആ ചിത്രത്തിൻ്റെ പേരിൽ വിട്ടുപോയ ഒരു അക്ഷരമുണ്ടാകും. ആ അക്ഷരം നമ്മൾ പഠിച്ച ഒരു അക്ഷരമാണ്. അതെന്താണ് എന്ന് നിങ്ങളുടെ ബുക്കിൽ എഴുതണം. ടീച്ചർ ഹെൽപ്പ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, ഇതെന്താണെന്ന് അറിയാവോ? എന്താണ്? വട. വട. വട എന്നതിൽ നിന്നും ആദ്യത്തെ അക്ഷരമാണ് ഇവിടെ ഇല്ലാത്തത്. അതേതാണ് അക്ഷരം? വെരി ഗുഡ്, വാ. വേഗത്തിൽ എഴുതിക്കോളൂ. വാ. വട. വാ എഴുതിയായിരുന്നോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതിയ അക്ഷരം വാ ആണോ എന്ന് നമുക്ക് നോക്കാം. ഈ അക്ഷരം തന്നെയാണോ നിങ്ങൾ എഴുതിയിട്ടുള്ളത്? യെസ്. ഓക്കെ, ഇതാണ് വാ. വാ. തെറ്റിപ്പോയവർ എഴുതിയെടുത്തോളൂ. വാ. വട. വാ വട. വാ വട. വാ. വാ എഴുതിയായിരുന്നോ? കറക്റ്റായിട്ട് എഴുതിയവർക്ക് ടിക്ക് മാർക്ക് നൽകുവാണ്. രണ്ടാമത്തെ ചിത്രം നോക്കാം. ശ്രദ്ധിക്കൂ. ഇതെന്താണ്? മഴ പെയ്യുകയാണല്ലേ? മഴ. മഴ. മഴ എന്നെഴുതിയതിൽ ആദ്യത്തെ അക്ഷരം മാ. വെരി ഗുഡ്, മാ. വേഗത്തിൽ എഴുതിക്കോളൂ. മഴ എന്നതിൽ നിന്നും മാ എന്ന അക്ഷരം നിങ്ങൾ എഴുതുക. മഴ എന്നതിൽ നിന്നും മാ എന്ന അക്ഷരം നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതുക. ഓർമ്മിച്ചോളൂ, എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഓർമ്മിച്ചെഴുതുക. മാ എങ്ങനെയാണ് എഴുതിയത് എന്ന് ഓർമ്മിച്ചെഴുതുക. നിങ്ങൾക്ക് ഈ അക്ഷരങ്ങൾ എഴുതുവാനായി അറിയില്ല എങ്കിൽ ഇതിൻ്റെ ക്ലാസ്സസ് ടീച്ചർ ചെയ്തിട്ടുണ്ട്. അതുപോയി നിങ്ങൾ കാണുക, പഠിക്കുക, അതിനുശേഷം റിവിഷൻ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, മാ എന്ന അക്ഷരം എഴുതിയായിരുന്നോ? വേഗത്തിൽ എഴുതിക്കോളൂ. ഓക്കെ, നിങ്ങൾ എഴുതിയ അക്ഷരം മാ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ടീച്ചർ ഇവിടെ എഴുതാം. മാ. ഇത് തന്നെയാണോ നിങ്ങൾ എഴുതിയിട്ടുള്ള അക്ഷരം? ഇങ്ങനെ തന്നെയാണോ മാ എഴുതിയത്? മാ ഇതുപോലെ തന്നെയാണോ എഴുതിയത്? യെസ്, വെരി ഗുഡ്. തെറ്റിപ്പോയ ഒത്തിരി കുട്ടികളുണ്ട്. വേഗത്തിൽ കറക്റ്റ് ചെയ്തോളൂ, എഴുതിയെടുത്തോളൂ. മാ എങ്ങനെയാ ടീച്ചർ എഴുതുവാൻ പഠിപ്പിച്ചത് ഓർമ്മിക്കുന്നുണ്ടോ? അതുപോലെ മാ എഴുതുക. മാ. മാ. ഓക്കെ, നെക്സ്റ്റ് ചിത്രം. അടുത്ത ചിത്രം ടീച്ചർ കാണിക്കാം. ഇവിടെ ശ്രദ്ധിക്കൂ. ഇത്
പെൻസിലാണല്ലേ. പെൻസിൽ ഉപയോഗിച്ച് എന്താ ചെയ്യുന്നേ? വരയ്ക്കുന്നു. വര, വര, വര എന്നെഴുതിയതിൽ വാ ഇവിടെയുണ്ട്. ര എന്ന അക്ഷരമാണ് നിങ്ങൾ എഴുതുവാനുള്ളത്. ര, വര എന്നതിൽ നിന്നും ര എന്ന അക്ഷരം നിങ്ങൾ എഴുതുക. ര, ര എന്ന അക്ഷരമാണ് ഇവിടെ വിട്ടുപോയിട്ടുള്ളത്. ര എന്ന അക്ഷരം എഴുതുക. വേഗത്തിൽ എഴുതിക്കോളൂ. ര. എങ്ങനെയാണ് ര എഴുതുക എന്ന് ഓർമ്മിക്കുക. എന്നിട്ട് നിങ്ങൾ എഴുതുക. ര, ര, വരയിൽ നിന്നും ര എഴുതുക. ഓക്കെ, എഴുതിയല്ലോ. എളുപ്പമാണ് എഴുതുവാൻ. അറിയാത്തവർ, സംശയമുള്ളവർ എല്ലാവരും ഇതിൻ്റെ ക്ലാസ്സസ് കാണുക. എന്നിട്ട് റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ദാ ഇവിടെ ടീച്ചർ എഴുതാം. ര. ഇത് തന്നെയാണോ നിങ്ങൾ എഴുതിയിട്ടുള്ളത്? ഇതുപോലെ തന്നെയാണോ എഴുതിയിട്ടുള്ളത്? ഓക്കെ, വെരി ഗുഡ്. ര. തെറ്റിപ്പോയവർ വേഗത്തിൽ എഴുതിക്കോളൂ. ര, ര, ര. ഓക്കെ, നെക്സ്റ്റ് ചിത്രം നോക്കാം. അടുത്ത ചിത്രം നോക്കാം. ഇവിടെ ശ്രദ്ധിക്കൂ. ഇതെന്താണെന്ന് ടീച്ചർ പഠിപ്പിച്ചു. എന്താണ്? ഓല, 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 ഓല. ഇവിടെ ഓ എഴുതിയിട്ടുണ്ട്. ല എന്ന അക്ഷരമാണ് വിട്ടുപോയിട്ടുള്ളത്. ല. വേഗത്തിൽ എഴുതിക്കോളൂ. ല. ഓലയിൽ നിന്നും ല എന്ന അക്ഷരമാണ് നിങ്ങൾ എഴുതുവാനുള്ളത്. ല, ല എന്ന അക്ഷരം എഴുതുക. തെറ്റിപ്പോകാതെ എഴുതുക. മറന്നുപോയിട്ടുള്ളവർ പാരൻസ് ദയവായി ആ ക്ലാസ്സസ് ഒരിക്കൽ കൂടി കാണിക്കുക. അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. ല, ല. വേഗത്തിൽ എഴുതുക കേട്ടോ. ല, ല എഴുതിയായിരുന്നോ? ദാ ടീച്ചറോട് എഴുതാം. നിങ്ങൾ കറക്റ്റ് ആണോ എന്ന് നോക്കിക്കോളൂ. ഇതാണ് ല. ഓല എന്ന് എഴുതിയിരിക്കുവാണ്. ഓല എന്ന് എഴുതിയതിൽ ല. നിങ്ങൾ ശരിയായിട്ട് തന്നെയാണോ എഴുതിയിട്ടുള്ളത്? ശരിയാണോ? ഇതുപോലെ തന്നെയാണോ എഴുതിയിട്ടുള്ളത്? ഓക്കെ, വെരി ഗുഡ്. തെറ്റിപ്പോയവർ കറക്റ്റ് ചെയ്തോളൂ. ല, ല. കറക്റ്റ് ചെയ്തോളൂ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ചിത്രം ടീച്ചർ ഇവിടെ നൽകാം. ഇതെന്താണ്? ആപ്പിൾ ആണോ? അല്ല. പിന്നെ എന്താണ്? തക്കാളി, ടൊമാറ്റോ. തക്കാളി. തക്കാളി എന്നതിൽ നിന്നും ത എന്ന അക്ഷരമാണ് ഇവിടെ വിട്ടുപോയിട്ടുള്ളത്. ത, ത. വേഗത്തിൽ എഴുതിക്കോളൂ. തക്കാളി. അതിലെ ത എഴുതുക. ത, ത എന്ന അക്ഷരം നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതുക. തെറ്റാതെ എഴുതുക. ത. ത എന്ന അക്ഷരം എഴുതിയായിരുന്നോ? കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാം. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കൂ. ത. ഇതാണ് ത. ത. തക്കാളി. അതിലുള്ള ത. ശരിയാണോ? ശരിയായിട്ട് എഴുതിയായിരുന്നോ? ഓക്കെ, വെരി ഗുഡ്. തെറ്റിപ്പോയവർ കറക്റ്റ് ചെയ്തോളൂ. ത കറക്റ്റ് ചെയ്ത് എഴുതൂ. എഴുതുവാനായി അറിയാത്തവർ, ആദ്യമായി ക്ലാസ് കാണുന്നവർ, ഇതിനു മുൻപ് കുറച്ച് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്, അത് കാണുക. അതിനുശേഷം റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകും. ത എഴുതിയായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് അക്ഷരങ്ങളൊക്കെ എഴുതുവാനായി പഠിച്ചു, ഓർമ്മിച്ചു, വീണ്ടും നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിച്ചു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെയും നിങ്ങൾ ഈ അക്ഷരങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യുക.
Okay, children. Bye-bye. Thank you.